ഡിസംബർ 2. കൂട്ടുകാരെ, ഇന്ന് നാം ധ്യാനിക്കുക ഉണ്ണീശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന, എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു വിശുദ്ധനെയാണ്. വിശുദ്ധ ജെറാർഡ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു പുണ്യവാനാണ് ജെറാർഡ്. 11-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ മരണപ്പെടുന്നത്. അതോടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം നിലച്ചുപോയി. അതിനാൽ തന്നെ പഠനമുപേക്ഷിച്ച് ജോലിക്കായി ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ മാർത്തീനോ എന്ന അധ്യാപകൻ്റെ കീഴിൽ ജെറാർഡ് തയ്യൽ പരിശീലനം ആരംഭിച്ചു. മാർത്തീനോ വളരെ നല്ല മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പ്രധാന ജോലിക്കാരൻ വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ ജെറാർഡിനെ തന്നാൽ കഴിയും വിധം കഷ്ടപ്പെടുത്തി. ഒരിക്കൽ തയ്യൽ മേശയുടെ കീഴിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജെറാർഡിനെ അയാൾ മുഷ്ടി കൊണ്ട് ഇടിച്ചു. ഇങ്ങനെ പലതവണ ജെറാർഡ് അയാളിൽ നിന്ന് പീഡനമേറ്റുവാങ്ങി. അപ്പോഴെല്ലാം ജെറാർഡ് മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞിരുന്നു: ഉണ്ണീശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അങ്ങയോട് ക്ഷമിക്കുന്നു. മഹാനായ വിശുദ്ധ ഗ്രിഗറി പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ക്ഷമയാണ് എല്ലാ സുഹൃതങ്ങളുടെയും തായ്വേരും സംരക്ഷകനും എന്ന്. നമുക്ക് ചിന്തിക്കാം, എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനായിട്ടുണ്ടോ? എൻ്റെ ക്ഷമയുടെ മനോഭാവങ്ങൾ എങ്ങനെയാണ്? എന്നിലെ ക്ഷമ അർഹിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ണീശോയുള്ള സ്നേഹത്തെ പ്രതി അവർക്ക് ക്ഷമ നൽകാം. അതുവഴി ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കുറെ കൂടെ എളുപ്പത്തിൽ സാധ്യതമാകട്ടെ. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ഒരു സ്വരം ഉയരുകയാണ്: എൻ്റെ ഉണ്ണീശോയെ, അങ്ങയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാനും അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും എന്നെ സഹായിക്കണമേ.